ഇത് കുറച്ച് നാൾ മുമ്പ് പിടിച്ച വീഡിയോ കേട്ടോ, പക്ഷേ ഇന്നാകട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. ഈ പ്രാവശ്യം ജാക്ക് തണ്ട് അവൻ്റെ പതിവ് തെറ്റിക്കാതെ അവൻ നാട്ടിൽ വന്നപ്പോഴേ അവൻ പെട്ടിയൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പം അവൻ പോയത് നേരെ മുകളിലാട്ടോ ഞങ്ങളുടെ അനിയൻ താമസിക്കുന്നത്. അവർക്ക് 3 മക്കളുണ്ട്. അത് മാത്രമല്ല അവരുടെ അനിയൻ്റെ ചുറ്റും ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള പിള്ളേരുണ്ട്. അവരൊരു 5-6 പേരുണ്ട്. അങ്ങനെ ഇവരെല്ലാണ്ട് കൂടുമ്പോൾ പല ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാനും ആളുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ പിള്ളേർക്ക് ഇവിടെ അവധിക്കാലമല്ല കേട്ടോ. അതുകൊണ്ട് അവർ സ്കൂളിൽ പോകുമ്പോഴാട്ടോ ഞങ്ങൾ ഇവിടത്തോട്ടൊക്കെ പോകുന്നത്. പിന്നെ പിള്ളേർ സ്കൂളിൽ നിന്ന് എത്തുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തും കേട്ടോ. ഇത് പതിവാകട്ടെ. ഈ പ്രാവശ്യം തന്നെ പതിവ് തെറ്റിച്ചുകൊണ്ട് പിള്ളേർക്ക് ഓണപ്പരീക്ഷ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് പിള്ളേർ എല്ലാവരും ഒന്നുമില്ല കേട്ടോ. അവർ കളിക്കുമ്പോൾ ഇന്ന് കണ്ടോ കുറച്ച് പിള്ളേർ, എൻ്റെ അനിയൻ്റെ മാത്രം പിള്ളേരേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും പരീക്ഷയായതുകൊണ്ട് അവർ പഠിക്കാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ നോക്കി ഇവർ കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ മനസ്സിന് ശരിക്കും സന്തോഷം. അവിടെയാണെങ്കിൽ UK എല്ലാവരാണെങ്കിൽ വീട്ടിനകത്തിരുന്ന് കമ്പ്യൂട്ടറും TV ഒക്കെ കണ്ട് പിന്നെ ചിലപ്പം പുറത്തോട്ടൊക്കെ പോകും കേട്ടോ. അവിടെ നോക്കിയേ അവർ ശരിക്കും പറഞ്ഞാൽ പലതരത്തിലുള്ള കളികൾ പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഒരു സന്തോഷം തന്നെ കേട്ടോ. അവരുടെ ഇൻട്രാക്ഷൻസ്, അവരുടെ റിലേഷൻഷിപ്പും അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലൊരു വേദിയായിട്ടോ ഇത് കാണുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കും കേട്ടോ സന്തോഷം കാണുമ്പോൾ. പിള്ളേരുടെ ഈ സന്തോഷമൊക്കെ കണ്ടിട്ടോ ഞങ്ങൾ എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും നാട്ടിൽ വരാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാരണവരുള്ളപ്പോഴെല്ലാം ഉള്ളൂ നമുക്ക് നാട്ടിൽ വരാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടപ്പുറപ്പുകളൊക്കെ ഇപ്പം നമ്മൾ നാട്ടിലോട്ട് വന്ന് നമ്മളെ ആരും അറിയില്ല. അതല്ലേ സത്യം.